ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് IC എഞ്ചിൻ എന്ന ടോപ്പിക്കാണ് സ്പെസിഫിക് ആയി നോക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് ഭാഗങ്ങളായിട്ടായിരിക്കും ഈ വീഡിയോ ഉണ്ടാവുക. ചെറിയ ലെങ്ത്തുള്ള ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. നിങ്ങൾക്ക് പോയിന്റ് മാത്രം കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. എക്സാം ഓറിയൻറ്റഡ് പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോവില്ല. പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റുകൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. അപ്പോൾ നമ്മൾക്ക് മെയിൻലി എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിൽ ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളുമാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് ആദ്യം നമ്മൾ കുറച്ച് അസംഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഐഡിയൽ ഗ്യാസ് ആയിട്ടാണ് നമ്മളിതിൽ എയറിനെ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗാമ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെന്നുള്ളതും നമ്മളെ ബേസിക് ആയിട്ടുള്ള ഒരു അസംഷനാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ബേസിക് അസംഷനിലാണ് നമ്മൾ ഈ സൈക്കിൾസ് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എയർ എന്ന് പറഞ്ഞാൽ അതൊരു കംപ്രസിബിൾ ഫ്ലൂയിഡാണ് അല്ലേ? എന്താ കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ലിക്വിഡിനെയും ഗ്യാസസിനെയും പൊതുവായിട്ടാണ് നമ്മൾ ഫ്ലൂയിഡുകൾ എന്ന് പറയുക. എന്നാൽ ബെർണോളിസ് തിയറൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ലിക്വിഡുകൾ അഥവാ ഫ്ലൂയിഡുകൾ ഫ്ലൂയിഡിൽ ലിക്വിഡ്സ് ബേസിക്കലി ഇൻകംപ്രസിബിൾ ആണെന്ന് പറയും. അതായത് അതിൻ്റെ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല. dρ/dt ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലെ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡുകളെയാണ് നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുക. പക്ഷേ ഡെൻസിറ്റിയിൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി വരുന്നുണ്ടെങ്കിൽ അല്ലെ നോട്ടീസബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡാണ്. ഓക്കെ, ഗ്യാസ് മീൻസ് എയർ ആയാലും ശരി, ഗ്യാസുകളെല്ലാം കംപ്രസിബിൾ ഫ്ലൂയിഡായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അതായത് ഡെൻസിറ്റിയിൽ വ്യത്യാസം വരുന്നത്, സാന്ദ്രതയിൽ വ്യത്യാസം വരുന്ന ഫ്ലൂയിഡുകളാണ് കംപ്രസിബിൾ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എല്ലാ കംപ്രസിബിൾ ഫ്ലൂയിഡിലും ഓർത്ത് വെക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ബേസിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ സകലമാന കാൽക്കുലേഷൻ ചെയ്യുമ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഐസെൻട്രോപ്പിക് കണ്ടീഷനാണ്. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ കേസ് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ സാർ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സംശയം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ എക്സ്പാൻഷൻ വരുന്നുണ്ട്, കംപ്രഷൻ വരുന്നുണ്ട് അല്ലേ? ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്പാൻഷൻ, കംപ്രഷൻ അല്ലേ? ഈ എല്ലാ കേസിലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഐസെൻട്രോപ്പിക് എന്നുള്ള വേർഡ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സൈക്കിളുകളിൽ നമ്മൾ എയറിനെ ഒരു ഐഡിയൽ ഗ്യാസ് ആയിട്ട് ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡായിട്ടും കണക്കാക്കുകയാണ്. കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ എല്ലാ കാൽക്കുലേഷനിലും ഐസെൻട്രോപ്പിക് കണ്ടീഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓട്ടോ സൈക്കിൾ ആയാലും ശരി, ഡീസൽ സൈക്കിൾ ആയാലും ശരി, നമ്മൾ ആ ഒരു എക്സ്പാൻഷൻ, കംപ്രഷൻ അതൊക്കെ ഐസെൻട്രോപ്പിക് ആവാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെയും 2 സ്ട്രോക്ക് എഞ്ചിൻ്റെയും കമ്പാരിസൺ ആണ്. അപ്പോൾ ഇതിൽ PSC ചോദിച്ചിരിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഈ ഫസ്റ്റ് പോയിന്റ് നോക്കുക. ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 സ്ട്രോക്ക് എഞ്ചിനിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ 4 സ്ട്രോക്ക് എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 റൊട്ടേഷനാണ് ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ അണ്ടർഗോ ചെയ്യുന്നത്. അതായത് 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ തീരുമ്പോഴേക്കും ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ കറങ്ങിയിരിക്കും. നേരെ മറിച്ച് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ 1 റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആഫ്റ്റർ 1 സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിളിൽ ഒരു തവണയാണ് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 4 സ്ട്രോക്കിൽ ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് സൈക്കിൾ ഓഫ് എ 4 സ്ട്രോക്ക് എഞ്ചിൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ലാബ് ടെക്നീഷ്യൻ്റെ എക്സാംസിന് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ പരീക്ഷയൊക്കെ ആവർത്തിച്ച ചോദ്യമാണിത്. അപ്പം വർക്കിംഗ് സൈക്കിൾ ഓഫ് എ 4 സ്ട്രോക്ക് എഞ്ചിൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ഈ രീതിയിലാണ് ചോദിക്കുക. അപ്പം എത്ര റവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആണെന്ന് ചോദിക്കും. 1 റവല്യൂഷൻ, 2 റവല്യൂഷൻ. അപ്പം വർക്കിംഗ് സൈക്കിൾ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 റവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിലാണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ 4 സ്ട്രോക്ക് 2 റവല്യൂഷൻ ഓഫ് CS ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് എഴുതാം. 2 സ്ട്രോക്കിൻ്റെ കേസിൽ 1 റവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആണെന്നും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി സ്ട്രോക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ആണ്. പിസ്റ്റൻ മുകളിലേക്ക് പോകുമ്പോൾ അതിന് അപ്വേർഡ്, അതായത് സിലിണ്ടർ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ IC എഞ്ചിൻ എന്ന് പറയുന്ന ആ ഡിവൈസിൽ എഞ്ചിനിൽ എഞ്ചിൻ്റെ തന്നെ ഉള്ളിലാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റേർണലി അതിൻ്റെ ഉള്ളിൽ
ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയുള്ള കത്തുന്ന പ്രോസസ്സിനെയാണ് കമ്പഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കമ്പഷൻ പ്രക്രിയയിലൂടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയും, കമ്പഷൻ എഞ്ചിൻ എന്ന് പറയും. ഓക്കെ, അപ്പം IC എഞ്ചിനിൽ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഒരു പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ പിസ്റ്റൻ്റെ മുകളിലേക്കുള്ള മൂവ്മെൻറ്റിന് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയും. അത് അപ്വേർഡ് സ്ട്രോക്കാണ്. താഴേക്കുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഡൗൺവേർഡ് സ്ട്രോക്ക് എന്നും പറയും. ഓക്കെ, അപ്പോൾ കുറച്ച് അപ്വേർഡ് സ്ട്രോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് പിസ്റ്റൺ അപ്വേർഡ് സ്ട്രോക്കും ഡൗൺവേർഡ് സ്ട്രോക്കും ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ടോപ്പ് സൈഡ്, പിസ്റ്റൻ്റെ ടോപ്പ് സൈഡ്, ഇവിടെയുള്ള പിസ്റ്റൻ്റെ ടോപ്പ് സൈഡ് ഫ്ലാറ്റ് ആയിരിക്കും യൂഷ്വലി. അതേപോലെ തന്നെ ഇപ്പുറത്തതിന് ഒരു ചെറിയൊരു ബമ്പ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും 2 സ്ട്രോക്കിൻ്റെ കേസിൽ. ഓക്കെ, ഇനി 4 സ്ട്രോക്ക് എഞ്ചിൻസ് വളരെ ഹെവിയർ ആണ്. അതേപോലെ 2 സ്ട്രോക്ക് എഞ്ചിൻ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ ആണ്. ഇനി 2 സ്ട്രോക്ക് എഞ്ചിനിൽ അഡീഷണൽ ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഫ്യൂവലിൻ്റെ കൂടെ. ഓക്കെ, ഓട്ടോറിക്ഷയുടെ ഒക്കെ കേസിൽ, അല്ലെങ്കിൽ പണ്ട് കാലത്തെ സ്കൂട്ടറിൻ്റെ ഒക്കെ കേസിൽ നിങ്ങൾക്കറിയാം, എഞ്ചിനിൽ ഫ്യൂവലിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ അഡീഷണൽ ഓഫ് ഓയിൽ ഈസ് റിക്വയർഡ്. ഓക്കെ, പക്ഷേ 4 സ്ട്രോക്കിൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ 4 സ്ട്രോക്കുകൾ, പിസ്റ്റൺ ഒരിക്കൽ പോകുന്നു, തിരിച്ചു വരുന്നു, രണ്ടാമത് പോകുന്നു, തിരിച്ചു വരുന്നു. പിസ്റ്റൻ്റെ 4 സ്ട്രോക്കിലാണ് എന്ത് ചെയ്യുന്നത്, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പവർ, ഒരു സിംഗിൾ പ്രൊഡക്ഷൻ ഓഫ് പവർ ഈസ് ഇൻ ഫോർ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ദി പിസ്റ്റൺ. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ്. പവർ ഈസ് പ്രൊഡ്യൂസ്ഡ് വൺസ് എവറി 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ. ഓക്കെ, അതേപോലെ ഇവിടെ പിസ്റ്റൺ മുകളിലേക്ക് പോയി താഴേക്ക് വരുമ്പോഴേക്കും ഇവിടെ പവർ പ്രൊഡക്ഷൻ വരും. 2 സ്ട്രോക്കിലാണ്, 2 സ്ട്രോക്കിൽ. അതായത് ഈ സ്ട്രോക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായി പിസ്റ്റണിൻ്റെ മുകളിലേക്കോ താഴേക്കോ ഉള്ള മൂവ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട പോയിന്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 4 സ്ട്രോക്ക് എഞ്ചിനിൽ എന്താ ചെയ്യുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ കറങ്ങുന്നു, ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ കറങ്ങുന്നു. അതേപോലെ തന്നെ 4 സ്ട്രോക്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, മറ്റേതിൽ ക്രാങ്ക് ഷാഫ്റ്റ് 1 തവണ ഫുള്ളി വട്ടം കറങ്ങുന്നു. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ വട്ടം കറങ്ങലിനാണ് ഈ പിസ്റ്റൺ മുകളിലേക്കും താഴേക്കും തള്ളപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ 1 തവണ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ പിസ്റ്റൺ 2 സ്ട്രോക്ക് അണ്ടർഗോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രോക്ക് എന്നും എന്താണ് റെവല്യൂഷൻ എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ചിത്രത്തിനെ ഒന്നുകൂടി നമുക്ക് ഡൈല്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടി ഈ ചിത്രത്തിൻ്റെ കോംപ്ലിക്കേഷൻ മാറി കിട്ടും. ഇവിടെ നോക്കൂ, ഇതൊരു മെക്കാനിസം ആണെന്ന് വിചാരിച്ചോളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു ഫിക്സ് ചെയ്യാണ്. ഓക്കെ, കുറച്ചൊന്ന് ഫിക്സ് ചെയ്യുന്നു. ഇതൊരു ലിങ്കാണ്. ഓക്കെ, ഈ ലിങ്ക് ഞാൻ അറ്റത്തായിട്ട് ഒരു പിസ്റ്റൺ വെക്കുകയാണ്. ഓക്കെ, ഇതൊരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണെന്ന് അസ്യൂം ചെയ്യൂ. ഇത് സിലിണ്ടർ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സിലിണ്ടറിൽ ഞാനിവിടെ 360 ഡിഗ്രി കറക്കുന്ന വസ്തുവിനെയാണ് ഞാൻ എൻ്റെ ക്രാങ്ക് എന്ന് പറയാം. അപ്പോൾ ഏതൊരു വസ്തുവാണോ ഒരു മെക്കാനിസത്തിൽ 360 ഡിഗ്രി കറങ്ങുന്നത്, അത് ആ മെക്കാനിസത്തിലെ ക്രാങ്കാണ്. ഇവിടെ ഈ പിസ്റ്റൻ്റെ പ്രത്യേകത, ഇയാൾക്ക് ആകെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതാരാ നമ്മുടെ, ഇത് പിസ്റ്റണാണ്. നേരത്തെ ചിത്രത്തിൻ്റെ തന്നെ സിംപ്ലിഫൈഡ് വേർഷനാണിത്. ഇത് പിസ്റ്റണാണ്. ഓക്കെ, ഈ പിസ്റ്റണിനെയും ക്രാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇയാളെയാണ് നമ്മൾ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഇത്രയും മെക്കാനിസം ആണുള്ളത്. അപ്പോൾ ഈ ക്രാങ്കിൻ്റെ, ഇനി നോക്കുക, ഈ ക്രാങ്കിൻ്റെ 2 റെവല്യൂഷനിൽ, അതായത് ഇവിടുന്ന് തുടങ്ങി, ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇവിടുന്ന് കറങ്ങി തിരിച്ച് ഇവിടെ എത്തി, ഇവിടുന്ന് കറങ്ങി തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഈ പിസ്റ്റൺ 4 തവണ ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. ഏതിൻ്റെ കേസിൽ, 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ. അപ്പം ഇങ്ങനെ വരച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അടുത്ത ഭാഗത്തിലേക്ക് പോകും. അപ്പം നമ്മൾ പിന്നെ നോക്കുന്നത് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡീസൽ എഞ്ചിനിൽ എങ്ങനെയാണ് ഹീറ്റ് വരുന്നത്, അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനിൽ എങ്ങനെയാണ് ഹീറ്റ് റിസൾട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡീസൽ നമ്മൾ പിന്നെ ബേസിക് ഡെഫിനേഷനോ ടോപ്പിക്കോ അല്ല പോകുന്നത്, നമ്മൾ PSC ചോദിച്ച ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ IC എഞ്ചിൻസിൽ പോകുന്നത്. ഓക്കെ, അപ്പം ഇഗ്നീഷൻ ഓഫ് ഫ്യൂവൽ ആണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഫ്യൂവൽ എങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഇഗ്നീഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡീസൽ എഞ്ചിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇഗ്നീഷൻ നടക്കുന്നത്, ആദ്യം എയറിനെ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഹീറ്റ് റിസൾട്ടിങ് ഫ്രം എന്താ, കംപ്രസ്ഡ് എയർ. ഇതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള എന്താ പറയുക
ഇഗ്നീഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് ഹൈലി കംപ്രസ് ചെയ്യുന്ന എയറിൽ സ്വാഭാവികമായിട്ട് കംപ്രഷൻ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ആ എയറിൽ എന്ത് സംഭവിക്കുന്നു, ഒരു ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഹീറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഹീറ്റ് റിസൾട്ടിങ് ഫ്രം ദി കംപ്രസ്ഡ് എയർ സപ്ലൈഡ് ഫോർ കമ്പഷൻ. അതാണ് ഇഗ്നീഷൻ ഓഫ് ഫ്യൂവൽ നടക്കുന്നത്. പക്ഷേ പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ സ്പാർക്ക് പ്ലഗ് എന്നൊരു ഡിവൈസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എയറും ഫ്യൂവലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. കംപ്രഷൻ സ്റ്റോക്കിൻ്റെ അവസാനമാകുമ്പോൾ സ്പാർക്ക് പ്ലഗ് എന്നൊരു സ്പാർക്ക് വരും. ആ സ്പാർക്ക് കാരണമാണ് ഫ്യൂവലിൻ്റെ ഇഗ്നീഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂവൽ ഇഗ്നീഷൻ ഡിഫറൻസ് രണ്ടിൻ്റെ കേസിൽ നോട്ട് ചെയ്യുക. ഡീസൽ എഞ്ചിനിൽ ഹൈലി കംപ്രസ് ചെയ്യപ്പെടുന്ന എയറിൽ എന്ത് സംഭവിക്കുന്നു, ഹൈ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു, അതുവഴി ഇഗ്നീഷൻ നടക്കുന്നു. ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ്. പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ സ്പാർക്ക് പ്ലഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പാർക്ക് പ്ലഗ് ഡീസൽ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. എയർ ഫ്യൂവൽ മിക്സ്ചർ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചാണ് പെട്രോൾ എഞ്ചിനിൽ കത്തുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളത് സ്കാവെഞ്ചിങ്ങും സൂപ്പർ ചാർജിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ സ്കാവെഞ്ചിങ് മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഡീസൽ എഞ്ചിൻസിൽ മാത്രമേ ഈ സംഭവം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സ്കാവെഞ്ചിങ് ഡീസൽ എഞ്ചിനിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കുക. എന്താണ് സ്കാവെഞ്ചിങ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡീസൽ എഞ്ചിനിൽ ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ബേൺഡ് ആയിട്ടുള്ള കത്തിക്കഴിഞ്ഞിട്ടുള്ള ഗ്യാസസ് ഉണ്ടാവും അല്ല. ഈ കത്തിക്കഴിഞ്ഞിട്ടുള്ള ഗ്യാസസിന്, അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ പ്രോസസ്സ് 4 സ്ട്രോക്ക് കഴിയുമ്പോഴേക്കും കത്തിക്കഴിഞ്ഞിട്ടുള്ള ഗ്യാസസ് ഉണ്ടാവും. ആ ഗ്യാസസിനെ നമ്മൾ എയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ചൂടുള്ള ഒരു സ്ഥലത്ത് ഊതി കൊടുക്കുമ്പം അവിടെയുള്ള ചൂട് കാറ്റ് പോകില്ലേ, അതേപോലെ നമ്മൾ എയർ ഉപയോഗിച്ചിട്ട് ആ ബേൺഡ് ആയിട്ടുള്ള ഗ്യാസിനെ പുറത്തേക്ക് ഫോഴ്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്. അപ്പം യൂസ് ഓഫ് എയർ, നമ്മൾ എയറിനെ യൂസ് ചെയ്തിട്ട് ഫോർ ഫോഴ്സിങ് ബേൺഡ് ഗ്യാസ് ഔട്ട് ഓഫ് എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എയറിനെ ബ്ലോ ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്കാവെഞ്ചിങ് എന്ന് പറയുക. ഇത് ഏത് സ്റ്റേജിലാണ് ഉപയോഗിക്കുക, ആ എൻജിൻ്റെ എക്സോസ്റ്റ് സ്റ്റേജിലാണ്. അതായത് ഫ്യൂവലെല്ലാം കത്തി തീർന്നതിന് ശേഷമുള്ള എക്സോസ്റ്റ് സ്റ്റേജിലാണ് നമ്മളത് സ്കാവെഞ്ചിങ് പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഡീസൽ എഞ്ചിൻ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക എക്സോസ്റ്റ് പ്രോസസ്സിൽ എല്ലാം കഴിഞ്ഞ് കത്തി കഴിഞ്ഞ് ഗ്യാസ് ഇവിടെ ഉണ്ട്. അപ്പോൾ യു ആർ ഫോഴ്സിങ് എൻ എയർ, ദിസ് ഫോഴ്സിങ് എയർ ബ്ലോസ് ഔട്ട് ദി ബേൺഡ് ഗ്യാസസ്. ആ ബേൺഡ് ഗ്യാസിനെ ബ്ലോ ഔട്ട് ചെയ്യുന്നു പുറത്തേക്ക്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിന്നെ വരുന്നത് സൂപ്പർ ചാർജിങ് ആണ്. അപ്പോൾ സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അതൊരു കംപ്രസറാണ്. എന്താണ് കംപ്രസർ എന്ന് പറഞ്ഞാൽ, ഹൈ പ്രഷറിലുള്ള എയറിനെ സപ്ലൈ ചെയ്യുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ കംപ്രഷർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സൂപ്പർ ചാർജിങ്ങിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഒരു IC എഞ്ചിനിലേക്ക് നമ്മൾ ഒരു എന്താ പറയുക ഓക്സിജൻ സപ്ലൈ കൂടുതലുള്ള എയർ കൊടുക്കണം അല്ലേ. എന്തുകൊണ്ടാണ് ഓക്സിജൻ സപ്ലൈ കൂടുതലുള്ള എയർ കൊടുക്കണം എന്ന് പറയുന്നത്, ഓക്സിജൻ കൂടുമ്പോഴാണ് പ്രോപ്പറായിട്ട് ബേണിങ് നടക്കുക. ഓക്സിജൻ്റെ സഹായത്തോടെ ബേൺ ചെയ്യുന്ന പ്രോസസ്സിനെയാണല്ലോ കമ്പഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു എയർ കംപ്രസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹൈ ഡെൻസിറ്റിയിലുള്ളൊരു എയറിനെ നമ്മൾ എഞ്ചിനിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഹൈ ഡെൻസിറ്റിയിലുള്ള എയർ ഈസ് പ്രൊവൈഡഡ് ടു ദി എഞ്ചിനിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഹൈ ഡെൻസിറ്റിയുള്ള എയർ നമ്മൾ എഞ്ചിനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനോട് എന്നാൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്, ദിസ് പ്രൊവൈഡ്സ് മോർ ഓക്സിജൻ. എന്തിനാണ് മോർ ഓക്സിജൻ വേണ്ടത്, ഫോർ ബേണിംഗ് ഓഫ് ഫ്യൂവൽ. ഓക്കെ, അപ്പോൾ ആ ഫ്യൂവലിന് സഹായിക്കാൻ വേണ്ടി ഹൈ ഡെൻസിറ്റിയിലുള്ള എയർ ഒരു കംപ്രസർ വഴി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സൂപ്പർ ചാർജിങ് എന്ന് പറയുക. അപ്പോൾ ഹൈ ഡെൻസിറ്റി ഓഫ് എയർ ഒരു കംപ്രസർ വഴി എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. എന്തിനാ, ഈ എയറിൽ കൂടുതൽ ഓക്സിജൻ സപ്ലൈ ഉണ്ട്, വിച്ച് ഹെൽപ്സ് ഇൻ ഫാസ്റ്റർ ബേണിംഗ് ഓഫ് ദി ഫ്യൂവൽ. അപ്പോൾ ദിസ് പ്രോസസ് ഈസ് കോൾഡ് സൂപ്പർ ചാർജിങ്. സ്കാവെഞ്ചിങ് എന്തായിരുന്നു, ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്നതാണ്. എക്സോസ്റ്റ് ഗ്യാസിലേക്ക് എയർ ബ്ലോ ചെയ്ത് ആ എക്സോസ്റ്റ് ഗ്യാസിനെ അല്ലെ ബേൺഡ് ഗ്യാസിനെ ഔട്ട് ഓഫ് ദി എഞ്ചിൻ സിലിണ്ടർ പുഷ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്കാവെഞ്ചിങ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഡിഫറൻസ് സ്കാവെഞ്ചിങ്ങും സൂപ്പർ ചാർജിങ്ങും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്കാവെഞ്ചിങ് പ്രത്യേകമായിട്ട് ഡീസൽ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടിസ്ഥാനപരമായി നോക്കേണ്ടത് ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൻ്റെ മൂവ്മെൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ 2-3 സ്റ്റേജസ് ആയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ, നമ്മുടെ പിസ്റ്റൻ്റെ. ഓക്കെ, അപ്പോൾ ഈ പിസ്റ്റണിന് എത്താൻ പറ്റുന്നൊരു മാക്സിമം ഉയരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എങ്കിൽ നമ്മൾ ബോട്ടം ഡെഡ് സെൻറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിസ്റ്റൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനെ ബോട്ടം ഡെഡ് സെൻറ്റർ അഥവാ BDC എന്ന് പറയുന്നു. പിസ്റ്റൺ എത്താൻ പറ്റുന്ന മാക്സിമം പൊസിഷൻ
അറ്റത്ത് പോയി മുട്ടില്ല. അങ്ങനെ മുട്ടി കഴിഞ്ഞാൽ പിസ്റ്റൺ വേറെ എയർ വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊസിഷൻ വരെ പിസ്റ്റൺ ഉയരുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഉയർന്ന് ഇവിടം വരെ എത്തുന്നുള്ളൂ. ഇതിനപ്പുറം പിസ്റ്റൺ പോകുന്നില്ല, ഈ ഗ്യാപ്പിലേക്ക് പിസ്റ്റൺ പോകുന്നില്ല അല്ലേ. അപ്പോൾ അത് വേറെ എയർ ഒഴിവാക്കാനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഏറ്റവും എത്താൻ പറ്റുന്ന മാക്സിമം പൊസിഷനെ നമ്മൾ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ടോപ്പ് ഡെഡ് സെൻറ്ററും ബോട്ടം ഡെഡ് സെൻറ്ററും കഴിഞ്ഞാലും ഒരു നിശ്ചിത ക്ലിയറൻസ് സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ അല്ലേ. ഇനി ഇതൊരു സിലിണ്ടറാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും വോളിയം വെച്ചിട്ട് പറയണം അല്ലേ. ഓക്കെ, അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം, ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ π/4 × d² × ലെങ്ത് ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒരു പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ അപ്വേർഡ് സ്ട്രോക്ക് എന്ന് പറയും, താഴോട്ട് വരുമ്പോൾ ഡൗൺവേർഡ് സ്ട്രോക്ക് എന്ന് പറയും അല്ലേ. അപ്പോൾ മുകളിലേക്ക് എത്ര ദൂരം സഞ്ചരിച്ചു അതിന് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് തുടങ്ങിയ പിസ്റ്റൺ ഏറ്റവും മുകളിൽ അതിനെത്താൻ പറ്റുന്ന മാക്സിമം പൊസിഷനായ ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ കവർ ചെയ്യുന്ന ഈ എല്ല് എന്താ? ലെങ്ത് ഓഫ് സ്ട്രോക്ക് അഥവാ സ്ട്രോക്ക് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ പിസ്റ്റൺ ഇവിടുന്ന് ഇവിടത്തേക്ക് ഇത്ര വരെ എത്തുകയാണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഒരു റൂമിൽ ചൂലെടുത്തിട്ട് ഡോറിൻ്റെ അവിടെ നിന്ന് അടിച്ച് വരാൻ തുടങ്ങിയിട്ട് ആ റൂം ഫുള്ളാക്കുമ്പോഴേക്കും നമ്മൾ ആ റൂം ഫുള്ള് സ്വീപ്പ് ചെയ്തു എന്ന് പറയാം അല്ലേ, കവർ ചെയ്തു എന്ന് പറയാം. അപ്പോൾ പിസ്റ്റൺ ശരിക്കും ഇവിടുന്ന് കയറി ഇവിടം വരെയാണ് പിസ്റ്റൺ കവർ ചെയ്യുന്ന പൊസിഷൻ അല്ലേ. അപ്പോൾ ഈ കഷ്ണം ശരിക്കും ഒരു സിലിണ്ടറായിട്ട് എടുത്തു നോക്കൂ. നിങ്ങൾ ഇത്രയും ഭാഗം മാത്രം ഒരു സിലിണ്ടറായിട്ട് എടുത്തു നോക്കൂ. സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്? പിസ്റ്റൺ ശരിക്കും ഒരു വോളിയം സ്വീപ്പ് ചെയ്യാണ് മുകളിലേക്ക്. ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് ഒരു വോളിയത്തിനെ അത് സ്വീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വോളിയത്തിനെ നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്ന് പറയും. എന്താ സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ? പിസ്റ്റൺ മൊത്തത്തിൽ കവർ ചെയ്യുന്ന വോളിയത്തിനെയാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുക. അതായത് താഴേന്ന് മുകളിലേക്ക് എത്ര സ്ട്രോക്ക് ലെങ്ത് പോയോ ആ സ്ട്രോക്ക് ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ സ്വെപ്റ്റ് വോളിയം കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ π/4 d² × L ആണ്. എന്തിൻ്റെ വോളിയമാണ്? സിലിണ്ടറിൻ്റെ വോളിയമാണ്. ഓക്കെ, സോ സിലിണ്ടറിൻ്റെ വോളിയം π/4 d² L ആണ്. അപ്പം ദിസ് ഈസ് സിലിണ്ടർ. അതിൽ L ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട് തന്നെ സ്വെപ്റ്റ് വോളിയം, അതായത് വോളിയം സ്വെപ്റ്റ് ബൈ ദി പിസ്റ്റൺ എന്ന് പറയുന്നത് π/4 × d² × L ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വെപ്റ്റ് വോളിയം. ഞാൻ പറഞ്ഞു മുകളിൽ എപ്പോഴും ഒരു കാലി സ്ഥലം ഇട്ട് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്ര പൊസിഷൻ എപ്പോഴും ബാക്കിയായിരിക്കും. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്ലിയറൻസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള വോളിയത്തിന് നമ്മൾ ക്ലിയറൻസ് വോളിയം അഥവാ VC എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇനി എന്താണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് ഞാൻ പറഞ്ഞത്? ലെങ്ത് ഓഫ് സ്ട്രോക്ക് എവിടെ നിന്നാണ് തുടങ്ങുന്നത് നോക്കൂ. ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് തുടങ്ങി ടോപ്പ് ഡെഡ് സെൻറ്ററിൽ അവസാനിക്കുന്നതാണ് എന്ത്? സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് L എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്ററിലേക്കുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് അഥവാ L എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം മൊത്തത്തിൽ എത്ര വോളിയം ഉണ്ട് ഇതിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ഈ മൊത്തം സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ കവർ ചെയ്യുന്ന സ്വെപ്റ്റ് വോളിയവും അതിന് പുറമെ ഈ ബാക്കിയുള്ള ക്ലിയറൻസ് വോളിയം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതിന് നമുക്ക് V1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ V1 എന്ന് പറയുന്നത് എന്താ? സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ആണ് ടോട്ടൽ വോളിയം. ഓക്കെ, അപ്പോൾ വോളിയം സ്വെപ്റ്റ് ബൈ ദി പിസ്റ്റൺ ആൻഡ് ദ ക്ലിയറൻസ് പ്രൊവൈഡഡ് അറ്റ് ദ ടോപ്പ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണ് V1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്ലിയറൻസ് വോളിയത്തിന് ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ V2 എന്നുള്ളൊരു ചിഹ്നം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചോളൂ. ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, അല്ല നിങ്ങൾക്ക് VC തന്നെ എടുക്കുക, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു ഇതാണെന്ന് വിചാരിച്ചോളൂ. അതായത് ഞാൻ ക്ലിയറൻസ് വോളിയത്തിന് V2 ആയിട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. ഇവ തമ്മിലുള്ള റേഷ്യോ, അതായത് V1ഉം V2ഉം തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ V1 എന്തായിരുന്നു? ടോട്ടൽ വോളിയം, സ്വെപ്റ്റ് വോളിയവും ക്ലിയറൻസ് വോളിയം തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, V2 എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ക്ലിയറൻസ് വോളിയത്തിനാണ് ഞാൻ V2 ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പം VS + VC/VC ഇതിനെയാണ് നമ്മൾ V1/V2 അഥവാ കംപ്രഷൻ റേഷ്യോ അഥവാ ഗാമ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, സോ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഈ VS/VC ഉണ്ട് അല്ല, ഇത് സ്പ്ലിറ്റ് ചെയ്യൂ. V1/V2 = VS + VC/VC
വി സി എന്നുള്ളതിനെ നമുക്ക് രണ്ട് ഭാഗത്തും ഇത് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ വി എസ് ബൈ വി സി വരും, വി സി ബൈ വി സി എന്താവും, ബൈ വി സി വരും അല്ലേ. ഇത് മൊത്തത്തിൽ ആരായി മാറി, 1 ആയി മാറി അല്ലേ. സോ +1, അതായത് ഗാമ ഈസ് ഈക്വൽ ടു 1 + വി എസ് ബൈ വി സി എന്നതാണ് കംപ്രഷൻ റേഷ്യോൻ്റെ ഇക്വേഷൻ. 1 + സ്വെപ്റ്റ് വോളിയം ബൈ ക്ലിയറൻസ് വോളിയമാണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് റേഷ്യോസ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്വെപ്റ്റ് വോളിയം എന്ന് ഓർത്ത് വെക്കുക, എന്താണ് ക്ലിയറൻസ് വോളിയം എന്ന് ഓർത്ത് വെക്കുക, ടോപ്പ് ഡെഡ് സെൻറ്റർ എന്താണെന്ന് ഓർത്ത് വെക്കുക, ബോട്ടം ഡെഡ് സെൻറ്റർ എന്താണെന്ന് ഓർത്ത് വെക്കുക, അതേപോലെ തന്നെ സ്ട്രോക്ക് ലെങ്ത് എന്താണെന്നും ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഓട്ടോ സൈക്കിളാണ്. ഓട്ടോ സൈക്കിൾ ആണ് ഈ സെക്ഷനിൽ, ഓട്ടോ സൈക്കിൾ വരെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ട് ഇതിൽ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതെന്ത് സൈക്കിളാണെന്നാണ്. അതൊരു കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ. ഓക്കെ, ഓരോ സ്റ്റേജസ് നോക്കാം. ആദ്യം ഇവിടെ നിന്ന് തുടങ്ങുന്നു, 2, 3, 4. ഓക്കെ, ഇവിടെ ഹീറ്റ് എഡിഷൻ നടക്കുന്നത് ഞാൻ വേറൊരു കളറിൽ കാണിച്ചു തരാം. ഇവിടെ ഹീറ്റ് എഡിഷൻ നടക്കുന്നത് 2 to 3 ആണ്. ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് 1 to 4ലാണ്. ഇതൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, സോ 2 to 3ലാണ് ഹീറ്റ് എഡിഷൻ നടക്കുന്നത്, 4 to 1ലാണ് ഹീറ്റ് റിജക്ഷൻ. നമ്മളത് പ്രഷർ വോളിയവും ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം വെച്ചിട്ടാണ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, 1 to 2 എന്നുള്ള പ്രോസസ്സിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു എന്താ പറയുക കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയിലാണ് 1 to 2 പോകുന്നത്. അതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് എൻട്രോപ്പിയിലാണ്, ഒറ്റ എൻട്രോപ്പി വാല്യൂലാണ് 3 to 4 പോകുന്നത് അല്ലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, ഗ്യാസ് ആണ് എയർ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ എല്ലാ കണ്ടീഷനും നമ്മൾ ഐസെൻട്രോപ്പിക് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ സ്റ്റേജ് 1 to 2 എന്ന് പറയുന്നത് കംപ്രഷനാണ്. 1 മുതൽ 2 വരെ ആദ്യത്തെ സ്റ്റേജിൽ പിസ്റ്റൺ മുകളിലേക്ക് പോയി എയറിനെ കംപ്രസ് ചെയ്യുന്നത് കംപ്രഷനാണ് അവിടെ വരുന്നത്. ഇത് ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. ഈ ഡയഗ്രം നോക്കുക, എൻട്രോപ്പിക് കോൺസ്റ്റന്റ് ആണ്. കംപ്രഷൻ എന്ന് കേട്ട ഐസെൻട്രോപ്പിക് എന്ന് എഴുതി വെച്ചോളൂ, ഞാൻ പറഞ്ഞില്ലേ. കാരണം ഗ്യാസ് ഈസ് കംപ്രസിബിൾ ഫ്ലൂയിഡ്. കംപ്രസിബിൾ ഫ്ലൂയിഡിൻ്റെ ഡെറിവേഷൻസും കാൽക്കുലേഷൻസും എല്ലാം ഐസെൻട്രോപ്പിക് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഐസെൻട്രോപ്പിക് കംപ്രഷൻ ഉണ്ട്. അതേപോലെ ഇവിടെ എക്സ്പാൻഷൻ എന്താ, 3 to 4 ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആയിരിക്കും, അത് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇവിടെ ഹീറ്റ് എഡിഷനും ഹീറ്റ് റിജക്ഷനും കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് നടക്കുന്നത് എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഹീറ്റ് എഡിഷൻ ആ മെക്കാനിസത്തിൽ അല്ലെങ്കിൽ ആ മെഷീനിലേക്കുള്ള ഹീറ്റ് എഡിഷനും അതേപോലെ തന്നെ ആ മെക്കാനിസത്തിൽ നിന്നുള്ള ഹീറ്റ് റിജക്ഷനും കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് നടക്കുക. അതുകൊണ്ടാണ് നമ്മളിതിനെ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോ സൈക്കിൾ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ പോകുന്നതെന്ന് വിചാരിച്ചോളൂ. ഓട്ടോ സൈക്കിൾ ക്ലോക്ക് വൈസ് ആണ് മോഷൻ എങ്കിൽ, റൊട്ടേഷൻ എങ്കിൽ നമ്മൾ അതൊരു പവർ പ്രൊഡ്യൂസിങ് ഓട്ടോ സൈക്കിൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ പവർ പ്രൊഡ്യൂസിങ് ഓട്ടോ സൈക്കിൾ എന്നാണ് പറയുക. ഇനി കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതൊരു പവർ കൺസ്യൂമിങ് ഓട്ടോ സൈക്കിൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് ആണ് ഓട്ടോ സൈക്കിളിൻ്റെ റൊട്ടേഷൻ എങ്കിൽ, പോക്കെങ്കിൽ അത് പവർ പ്രൊഡ്യൂസിങ് ഓട്ടോ സൈക്കിളാണ്. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതൊരു പവർ കൺസ്യൂമിങ് ഓട്ടോ സൈക്കിൾ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ നോക്കിയതുപോലെ V1 അഥവാ ഇനീഷ്യൽ ആ വോളിയം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഞാൻ പറഞ്ഞ സ്വെപ്റ്റ് വോളിയവും ക്ലിയറൻസ് വോളിയത്തിൻ്റെയും ടോട്ടൽ സമ്മാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ V1 എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ V2 എന്ന് പറയുന്നത് ഞാൻ ക്ലിയറൻസ് വോളിയം ആണെന്ന് എടുത്തിരുന്നു. ഓക്കെ, അതായത് സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, V1 - V2 ആണ്. ഓക്കെ, ഇനി ഇതിൽ പിന്നെ നോക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയാണ് അല്ലേ. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. ഓക്കെ, ഈറ്റ എന്നാണ് അതിൻ്റെ ചിഹ്നം. ഓക്കെ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട്, എഞ്ചിൻ എന്നുള്ള ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എഞ്ചിനിൽ കൊടുക്കുന്ന ഇൻപുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഔട്ട്പുട്ടായിട്ട് എന്താ നമ്മുടെ IC എഞ്ചിൻ തരുന്നത്, ഔട്ട്പുട്ടായിട്ട് നമ്മളെ IC എഞ്ചിൻ തരുന്നത് വർക്കാണ്. ഇൻപുട്ടായിട്ട് നമ്മൾ ഹീറ്റ് സപ്ലൈഡ് ആണ്. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മളിവിടെ ഹീറ്റ് QS ആണ് ഇവിടെ സപ്ലൈ ആയത്. ഓക്കെ, അപ്പോൾ വർക്ക് ബൈ QS ആണ് വരിക.
ഓക്കെ, വർക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എത്ര ഹീറ്റ് സപ്ലൈ ചെയ്തു അതേപോലെ എത്ര ഹീറ്റ് റിജക്ട് ചെയ്തു, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും വർക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. വർക്കിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? വർക്കിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നത് QS മൈനസ് QR എന്ന് ഡിനോട്ട് ചെയ്യാം, ഹോൾ ഡിവൈഡഡ് ബൈ QS ആയി മാറി ഇക്വേഷൻ. ഓക്കെ, സോ യു വിൽ ബി ഗെറ്റിംഗ് 1 മൈനസ് QR ബൈ QS കിട്ടും എഫിഷ്യൻസി അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഒന്ന് ബോക്സിലിട്ട് വെക്കാം. ഇനി അഡയബാറ്റിക് ഇൻഡെക്സിൻ്റെ ടേംസിൽ എക്സ് ആണ് നമ്മൾ അഡയബാറ്റിക് ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. കാരണം നമുക്ക് ഇവിടെ ഗാമ എടുക്കാൻ പറ്റില്ല, ഗാമ കംപ്രഷൻ റേഷ്യോയിൽ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് എക്സ് എന്നുള്ള ചിഹ്നം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അഡയബാറ്റിക് ഇൻഡെക്സിൽ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ബൈ ഗാമ റേസ് ടു എക്സ് മൈനസ് 1 ആണ്. ഓക്കെ, ഇത് VHSCയുടെ ഈ ഇക്വേഷൻ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ VHSCയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രക്ടറുടെ എക്സാം ആണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നോക്കിയത്. 2-3 റൗണ്ട് ഇത് കേട്ടാൽ മാത്രമേ കോൺസെപ്റ്റ് ഏകദേശം മനസ്സിലാവുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിൽ കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് കേട്ട് നോക്കുക, ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഫ്രണ്ട്സിനും വീഡിയോ സജസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്പീഡ് കൂടിയും തോന്നുകയാണെങ്കിൽ സ്ലോ ആക്കിയിട്ട് കാണാനും, സ്പീഡ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് കാണാനും ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ വെരി നൈസ് ഡേ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ.